ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ വാർ മൂവിയിലൊക്കെ ഉപയോഗിക്കുന്ന വെപ്പൺ പോലെ തോന്നും അല്ലേ? ഇത് ആക്ച്വലി വെപ്പൺ ഒന്നുമല്ല. ഡൈസൺ എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന v11 Absolute Pro എന്ന പേരിലുള്ള വാക്യൂം ക്ലീനറാണ്. അതായത് ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള വാക്യൂം ക്ലീനർ. അപ്പോൾ നമുക്ക് പരിശോധിക്കാം ഡൈസൺ v11 Absolute Proയുടെ വിശേഷങ്ങൾ. നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുറത്തു പോയാൽ മറ്റ് എന്തെങ്കിലും രോഗം, അതായത് കോവിഡ് പോലുള്ള രോഗം വരുമെന്നൊക്കെ കരുതി പലരും ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കൂടുതലും നമ്മൾ ചിലവിടുന്നത് സ്വന്തം വീടുകൾക്കുള്ളിലാണ്. എന്നാൽ വീട്ടിനുള്ളിൽ കൃത്യമായിട്ടുള്ള ഒരു ക്ലീനിങ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വളരെ വൃത്തിയാക്കി നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് മറ്റ് പല അസുഖങ്ങൾക്കും കാരണമാകും. അപ്പോൾ വീട്ടിനകത്ത് പൊടിയൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ആസ്മ, അലർജി പോലുള്ള പല അസുഖങ്ങൾക്കും അതൊരു കാരണമാവും. അതുകൊണ്ട് തന്നെയും ഇപ്പോൾ വീട്ടിൽ നമ്മൾ അംഗങ്ങളെല്ലാം കൂടുതൽ സമയം ചെലവിടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയും വീടിൻ്റെ പരിസരവും വൃത്തിയാക്കി വയ്ക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു സാഹചര്യം തന്നെയാണ്. അത്തരത്തിൽ നമ്മുടെ വീട്ടിനുള്ളിലെ ഫർണിച്ചറും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ വളരെ വൃത്തിയാക്കി വെക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഡൈസൻ്റെ v11 Absolute Pro. ശരാശരി ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും 28 ഗ്രാം ഡെഡ് സെല്ലുകൾ നമ്മൾ അധിവസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിയുന്ന റൂമിലൊക്കെ ഒരാഴ്ചയിൽ വീഴും എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല ഈ ഒരു ഡെഡ് സെൽസിനെ. വളരെ പൊടി പോലെ, വളരെ കാണാൻ പറ്റാത്ത പൊടി, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ പൊടിയാണിത് താഴേക്ക് വീഴുന്നത്. സാധാരണ മറ്റ് പൊടി പടലങ്ങൾ കൂടാതെ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്തരം പൊടികളെല്ലാം വളരെ വൃത്തിയായിട്ട് നമ്മുടെ ക്ലീൻ ചെയ്തുകൊണ്ട് ഇത്തരം അലർജി, ആസ്മ തുടങ്ങിയ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ നമുക്ക് ഈ ഒരു ഡിവൈസ് കൃത്യമായിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല ഈ ഒരു ഡിവൈസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടുവന്നിട്ടുള്ള വാക്യൂം ക്ലീനറുകളെ അപേക്ഷിച്ച് ഇതൊരു കോഡ്ലെസ് വാക്യൂം ക്ലീനർ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ മുറിയൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ പണ്ടുള്ള വാക്യൂം ക്ലീനറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയറും ഒക്കെ വലിച്ചുകൊണ്ട്, വളരെ വെയിറ്റ് ഉള്ള ഒരു വാക്യൂം ക്ലീനർ വലിച്ചുകൊണ്ട് റൂം മൊത്തം നമ്മൾ നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ പറഞ്ഞ ഒരു ഗൺ കണക്കെ നമുക്ക് കൊണ്ടുവരണം വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാമെന്നുള്ളതും ഡൈസൺ v11 Absolute Proയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഈ കാണുന്നതാണ് ഡൈസൺ v11ൻ്റെ ഒരു വാക്യൂം ഹെഡ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ഡിവൈസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇവിടെ ഇതിൻ്റെ പുറകുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു LCD ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു LCD ഡിസ്പ്ലേ നമുക്ക് ഇൻവോക്ക് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഇതിനകത്ത് പ്രധാനമായിട്ടും 3 മോഡുകൾ ഉണ്ട്. ഇതിപ്പോൾ മീഡിയം മോഡാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ എക്കോ മോഡിലേക്ക് മാറുന്നു. വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂസ്റ്റ് മോഡിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എക്കോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ സക്ഷൻ പവർ പരമാവധി കുറവായിരിക്കും. മീഡിയം മോഡിൽ സക്ഷൻ പവർ കുറച്ചുകൂടി കൂടുതലായിരിക്കും. ബൂസ്റ്റ് മോഡിൽ ഇട്ടാൽ ഈ ഒരു സക്ഷൻ പവർ ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ വീട് വൃത്തിയാക്കുന്ന സമയത്ത് നമുക്ക് എക്കോ മോഡിൽ ഇട്ടാൽ മാത്രം മതി. എക്കോ മോഡിൽ ഇട്ടാൽ തന്നെ ഇത് നമുക്ക് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറിലധികം സമയം നമുക്ക് വയർലെസ്സിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ഡിവൈസിനോടൊപ്പം ഏകദേശം ഇത്രയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്ലീനിങ് ഹെഡുകളാണ് വരുന്നത്. ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് നോക്കാം. അതായത് ഈ ഒരു വാക്യൂം ഹെഡിൽ നമുക്ക് ലെങ്ത് കൂട്ടുന്നതിന് വേണ്ടി ഈ ഒരു എക്സ്റ്റൻഷൻ റോഡ് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ റോഡ് കണക്ട് ചെയ്യുന്നതിനൊന്നുമില്ല. ഈ കാണുന്ന റെഡ് ഭാഗം കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് കയറുന്ന രീതിയിൽ ജസ്റ്റ് ഒരു പ്രസ് കൊടുത്താൽ തന്നെ നമുക്കിത് എക്സ്റ്റൻഷൻ റോഡ് ഇതുപോലെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ എക്സ്റ്റൻഷൻ റോഡ് കണക്ട് ചെയ്യണം എന്നില്ല. ഇപ്പോൾ മുകളിലൊക്കെ വൃത്തിയാക്കണമെങ്കിൽ മാത്രം എക്സ്റ്റൻഷൻ റോഡ് കണക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം മതിയാകും. എനിവേ ഞാനിപ്പോൾ എക്സ്റ്റൻഷൻ റോഡ് കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് പർപ്പസിനെ അനുസരിച്ച് വേണം ഓരോ ക്ലീനിങ് ഹെഡുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ. ഈ കാണുന്ന ക്ലീനിങ് ഹെഡ് എന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് ക്ലീനിങ് ഹെഡാണ്. ഏത് സർഫസിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ക്ലീനിങ് ഹെഡാണിത്. അത് നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ റോഡിൻ്റെ അറ്റത്ത് ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്ലീനിങ് ഹെഡ് ഇതിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട 3 വ്യത്യസ്ത മോഡുകളുണ്ട്: എക്കോ, മീഡിയം, ബൂസ്റ്റ്. അതുകൂടാതെ 4ാമത്തെ ഒരു മോഡിലേക്ക് മാറും, ഓട്ടോ എന്ന് പറയുന്നൊരു മോഡിലേക്ക് മാറും. അതായത് നമ്മൾ ഏത് സർഫസ് ആണോ ഈ ഒരു പർട്ടിക്കുലർ ക്ലീനിങ് ഹെഡ് കൊണ്ട് ക്ലീൻ ചെയ്യുന്നത്, ആ സർഫസ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് ഓട്ടോ മോഡിലേക്ക് വരുന്നത് കൊണ്ട് തന്നെയും ഇതിൻ്റെ സക്ഷൻ പവർ വ്യത്യാസപ്പെടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് വെച്ച് നമ്മൾ കാർപ്പറ്റാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ സക്ഷൻ പവർ എടുക്കും. നോർമൽ ടൈലുകളാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ സക്ഷൻ പവർ അത്രയും വേണം. എന്ന് പറഞ്ഞ പോലെ ഓരോ സാഹചര്യം മനസ്സിലാക്കി ഓട്ടോ മോഡിലേക്ക് മാറും ഈ ഒരു പർട്ടിക്കുലർ ക്ലീനിങ് ഹെഡ് ഇതിനകത്ത് കണക്ട് ചെയ്താൽ. അടുത്തതായിട്ട് ഉള്ള ക്ലീനിങ് ഹെഡ് എന്ന് പറയുന്നത് ഇതുപോലുള്ള വേറെ 2ാമത്തെ ഒരു ടൈപ്പാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്. ഈ ഒരു സോഫ്റ്റ് ക്ലീനിങ് ഹെഡ് ഉപയോഗിക്കുന്നത് ഹാർഡായിട്ടുള്ള
പ്രതലങ്ങൾ വൃത്തിയാക്കാനാണ്. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ടൈലിനകത്തുള്ള അഴുക്കുകളൊക്കെ തുടയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ പൊടിപടലങ്ങൾ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ് ക്ലോത്തുള്ള ഈ ഒരു ഹെഡായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടൈലൊക്കെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അടുത്ത മൂന്നാമത്തെ ക്ലീനിങ് ഹെഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിനകത്തുള്ള സെറ്റിയൊക്കെ ഉണ്ടല്ലോ, സെറ്റിയിലൊക്കെ ഉള്ള പൊടിപടലങ്ങൾ വളരെ നല്ല രീതിയിൽ സക്ക് ചെയ്തെടുക്കേണ്ടതാണ്. നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. അത്തരം സെറ്റിയൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ക്ലീനിങ് ഹെഡ് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് ഈ കാണുന്ന ഒരു പർട്ടിക്കുലർ ക്ലീനിങ് ഹെഡാണ്. ഇത് എവിടെയാണ് ഇതിൻ്റെ ഉപയോഗം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റി, അതുപോലെ നമ്മുടെ വാഹനങ്ങളിലെ സീറ്റിൻ്റെയൊക്കെ ഉൾഭാഗം, അകത്ത് ഏതെങ്കിലും ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് സാധാരണ ഇത്തരം വലിയ ക്ലീനിങ് ഹെഡുകളൊക്കെ കടന്നു ചെല്ലാത്ത ഇടഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഇത്തരം ഒരു ക്ലീനിങ് ഹെഡും ഉപയോഗിക്കാം. അടുത്തത് ഈ കാണുന്ന ഒരു ക്ലീനിങ് ഹെഡാണ്. ഇത് എവിടെയാണ് ഉപയോഗം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ കിടക്കുന്ന മെത്ത ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു പർട്ടിക്കുലർ ക്ലീനിങ് ഹെഡാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ക്ലീനിങ് ഹെഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഈ ബ്രസൽസ് എന്നൊക്കെ പറയുന്നത് വളരെ സോഫ്റ്റാണ്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് നമ്മൾ പരിപാലിക്കേണ്ടുന്ന ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ അല്ലെങ്കിൽ ടി വിയുടെ സ്ക്രീൻ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ, അതിലുള്ള പൊടിപടലങ്ങൾ എടുക്കുന്നതിനും ഈ ഒരു പർട്ടിക്കുലർ ക്ലീനിങ് ഹെഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകത ഈ ഒരു ബ്രഷ് വളരെ സോഫ്റ്റ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയും അത്തരം ഡിസ്പ്ലേ ഏരിയയ്ക്കൊന്നും യാതൊരു പ്രശ്നവും അത് സൃഷ്ടിക്കുകയില്ല. അടുത്തതായിട്ടുള്ള ക്ലീനിങ് ഹെഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കുറച്ച് മുകളിലൊക്കെ, ഇപ്പോൾ ചില ഭിത്തിയുടെയൊക്കെ മുകൾ ഭാഗത്തൊരു തട്ട് പോലെ ഏതെങ്കിലുമൊക്കെ ഭാഗം കാണും. അവിടെയൊക്കെ ഇങ്ങനെ പൊടി നമ്മൾ പോലും കാണാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അതിങ്ങനെ തൂത്തെടുത്ത് ക്ലീൻ ചെയ്യാൻ ഇത്തരമൊരു ബ്രഷ് നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബ്രസൽസ് എന്ന് പറയുന്നത് കുറച്ച് സോഫ്റ്റ് ബ്രസൽസ് തന്നെയാണ്. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ഭാഗം ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് ബാക്കിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ് ബ്രസൽസ് ഉള്ളിലേക്ക് പോവുകയും അത് ടച്ച് ചെയ്യാതെ വരികയും ഇവിടെ കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഇത് വെച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് ആ പൊടി കൂടുതൽ സക്ക് ചെയ്തെടുക്കാൻ, അതായത് ഹാർഡ് ഭാഗങ്ങൾ സക്ക് ചെയ്തെടുക്കാൻ ഈ ഒരു ഭാഗം ഉപയോഗിക്കാം. അത്തരത്തിൽ മുകളിലുള്ള ഏരിയയൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഈ കാണുന്ന ഒരു ക്ലീനിങ് ഹെഡും ഉപയോഗിക്കാം. അത്തരത്തിൽ മുകളിലൊക്കെ ഉള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് കൈ എത്താതെ വന്നാൽ ഇത്തരത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഈ ഒരു എക്സ്പാൻഷൻ റോഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് ഇതുപോലെ കണക്ട് ചെയ്തിട്ട്, കണ്ടില്ലേ, ഇവിടെ ജസ്റ്റ് ഇതുപോലെ കണക്ട് ചെയ്യുക. ഈ എൻഡ് കൊണ്ടുവന്നിട്ട് നമ്മുടെ എക്സ്പാൻഷൻ റോഡിൻ്റെ എൻഡിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു എക്സ്പാൻഷൻ റോഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പൊടികളൊക്കെ വന്ന് അടിഞ്ഞുകൂടുന്ന മറ്റൊരു പ്രധാന സ്ഥലമാണ് വീട്ടിലെ ഫാനിൻ്റെയൊക്കെ മുകൾ ഭാഗം. അവിടെ പൊടി നല്ല രീതിയിൽ കട്ടി പിടിച്ചിരിക്കാറുണ്ട്. അത്തരം ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ കാണുന്ന ഒരു പർട്ടിക്കുലർ മോഡൽ ക്ലീനിങ് ഹെഡ് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്രഷ് ഇതുപോലെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ബെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എക്സ്റ്റൻഷൻ റോഡിൻ്റെ അറ്റത്ത് ഇതുപോലെ ഈ ഒരു ഭാഗം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഇത് കറക്റ്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് ആ ഫാനിൻ്റെ ലീഫിൻ്റെ മുകൾ ഭാഗം പോലും നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഇത്തരത്തിൽ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ ബെൻഡ് ചെയ്ത് നമുക്ക് കൈയെത്താത്ത ഭാഗങ്ങൾ പോലും മുകൾ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് ഈ ഒരു ഡിവൈസിനോടൊപ്പം വരുന്ന മറ്റ് രണ്ട് ആക്സസറീസ് ആണ്. ഇതൊന്നുമില്ല, ഇതിൻ്റെ ഒരു വാൾ മൗണ്ട് ആണ്. അതായത് നമ്മൾ ഇത് ഉപയോഗിക്കാത്ത സമയത്ത് ഇത് നമുക്ക് വാളിൽ നമുക്ക് മൗണ്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിന് അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്ന രണ്ട് ആക്സസറീസ് ആണ്. ഒന്നുമില്ല, ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഭിത്തിയിൽ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഇത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് ഇതിനകത്തേക്ക് കയറുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. അതിങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഫിക്സ് ചെയ്യുന്നില്ല. അതിനുശേഷം ഈ തന്നിരിക്കുന്ന ചാർജിങ് കേബിളിൻ്റെ ചാർജിങ് ഭാഗം നമുക്ക് ഇതിനകത്തേക്ക് ഇതുപോലെ ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഈ ഒരു പിന്ന് ഇതുപോലെ ഇതിനകത്തേക്ക് നമുക്കിവിടെ കണക്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിനുശേഷം ഈ ഭാഗം ഇതുപോലെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാക്യൂം ഹെഡ് നമുക്ക് ഇവിടെ ഇതിനകത്ത് ഇതുപോലെ ഇറക്കി വെക്കാൻ സാധിക്കും. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്കിത് ഇതിനകത്തേക്ക് ഇറക്കിയിടാൻ സാധിക്കും. അപ്പോൾ ഇത് വോളിൽ നമുക്കിതുപോലെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ഇതുപോലെ വോളിൽ കൊണ്ടുവന്ന് ഇത് ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാനും സാധിക്കും. അറ്റ് ദ സെയിം ടൈം ഇത് ചാർജ് കയറുകയും ചെയ്യും. ഇതിൻ്റെ മറ്റേ എൻ്റെ പ്ലഗ് കൊണ്ടുവന്ന് നമ്മൾ കണക്ട് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഉപയോഗിക്കാത്ത സമയങ്ങൾ. അത്തരത്തിൽ ഇത് വോളിൽ ഹാങ് ചെയ്യാനുള്ള വാൾ മൗണ്ടും നമുക്ക് ഈ ഒരു ഡിവൈസിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് കുട്ടികളൊക്കെ സ്കൂളിൽ പോകാത്തത് കൊണ്ട് തന്നെയും പല രക്ഷകർത്താക്കൾ അവരുടെ വിരസത മാറുന്നതിന് വേണ്ടി പേഴ്സ്യൻ ക്യാറ്റിനെ പോലെയുള്ള പൂച്ചകളെയൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. അത്തരം പെറ്റ്സിനെയൊക്കെ വീട്ടിനുള്ളിലാണ് വളർത്തുന്നത്. അത് നമ്മുടെ സെറ്റിയിലും ബെഡിലും ഒക്കെ ചാടി കയറുകയൊക്കെ ചെയ്യും. അതിൻ്റെ വളരെ നേർത്ത രോമങ്ങൾ പലപ്പോഴും ബെഡിലും സെറ്റിയിലും ഒക്കെ ആകാറുമുണ്ട്. അത് നമ്മുടെ ആഹാരം വഴി ശരീരത്തിനുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെന്ന്
ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ അത്തരം വളർത്ത് മൃഗങ്ങളുടെ രോമങ്ങൾ പോലും, നമുക്ക് കാണാൻ പറ്റാത്ത രോമങ്ങൾ പോലും ഒക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു വാക്യൂം ക്ലീനറിനാകും. കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 0.3 മൈക്രോൺ സൈസ് ഉള്ള പൊടിപടലങ്ങളെ പോലും ഏകദേശം 99.97% നമുക്ക് കൃത്യമായി ക്ലീൻ ചെയ്യാൻ ഈ ഒരു ഡിവൈസ് കൊണ്ട് സാധിക്കും. ഞാൻ ആൾറെഡി ഇവിടെ എൻ്റെ വീട്ടിൽ റോബോട്ടിക് വാക്യൂം ക്ലീനർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്താണ്. 2 റോബോട്ടിക് വാക്യൂം ക്ലീനറുകൾ നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് നമ്മൾ തറയിൽ വെച്ചിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് തുറന്നു വിട്ടാൽ അത് നമ്മുടെ തറ കംപ്ലീറ്റ് പോയി പൊടിപടലങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വേണമെങ്കിൽ തുടച്ച് തരും. പക്ഷേ തറയ്ക്ക് മുകളിലേക്ക് ഒരു ഹൈറ്റിൽ പോലും ഉള്ള ഒരു പാർട്ടിക്കിളുകൾ പോലും അത് ക്ലീൻ ചെയ്യില്ല. പക്ഷേ അതിൻ്റെ ഒരു ഗുണം വെച്ചാൽ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കേണ്ട, ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ വീടിൻ്റെ തറ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തറ മാത്രമല്ല, വീട്ടിൻ്റെ ഏത് ഭാഗത്തുമുള്ള പൊടിപടലങ്ങൾ പൂർണ്ണമായും ക്ലീൻ ചെയ്യാൻ ഈ ഒരു ഡിവൈസിന് സാധിക്കും. ഒരൊറ്റ കാര്യം മാത്രം, ഇതിനകത്തേക്ക് ഒരു കാരണവശാലും നമ്മൾ ഇത്തരത്തിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും അകത്ത് കയറാതെ സൂക്ഷിക്കണം. നമ്മൾ അത്തരത്തിൽ ഈ ഒരു വാക്യൂം ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് പൊടിപടലങ്ങൾ വാക്യൂം ചെയ്യുമ്പോൾ ആ ഒരു ഡസ്റ്റ് കംപ്ലീറ്റ് വന്ന് അടിയുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതിനകത്താണ്. എന്നാൽ ഇതിൽ നിന്ന് ഒരു പൊടി പോലും ഈ അകത്തേക്കുള്ള ഭാഗത്തേക്ക് വരില്ല. കാരണം ഇവിടെ കൃത്യമായിട്ടുള്ളൊരു ഫിൽറ്ററുണ്ട്. ഈ ഒരു ഫിൽറ്റർ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഊരി ക്ലീൻ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് നിന്ന് ഇതുപോലെ എയർ നമ്മുടെ മുഖത്തേക്കൊക്കെ നമുക്ക് തട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു എയറിലൂടെ ഒരു പൊടി പോലും ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് കയറില്ല. കാരണം ആ കംപ്ലീറ്റ് പൊടികളെയും ഇവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ തടഞ്ഞു നിർത്തുകയാണ്. ഇതുവഴി ക്ലീൻ എയറാണ് പുറത്തേക്ക് വരുന്നത്. കണ്ടില്ലേ? ഇനി അത്തരത്തിൽ ഇവിടെ അടിഞ്ഞുകൂടുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾ നമുക്ക് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഒന്നുമില്ല, നമ്മളൊരു വേസ്റ്റ് ബിന്നോ അങ്ങനെ വെച്ചതിന് ശേഷം ഇത്തരത്തിൽ ഈ ഒരു വാക്യൂം ഹെഡ് പിടിച്ചിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇതുപോലൊരു ചുവപ്പ് ഹാൻഡിലുണ്ട്, അത് താഴേക്ക് ഇതുപോലെ അമർത്തിയാൽ മതി. കണ്ടില്ലേ? അപ്പോൾ ഇതിനകത്തുള്ള ആ പൊടിപടലങ്ങൾ പൂർണ്ണമായിട്ടും താഴേക്ക് വീഴും. നമ്മുടെ ശരീരത്ത് പോലും ഒരു പൊടി പോലും പറ്റാത്ത രീതിയിൽ താഴേക്ക് വീഴും. പിന്നെ അതിനുശേഷം ഈ ഒരു ഭാഗം ഇതുപോലെ അടച്ചുകൊണ്ട് അകത്തേക്ക് പ്രസ് ചെയ്താൽ മതി. വളരെ സിമ്പിൾ. അപ്പോൾ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ഈ ഒരു വാക്യൂം ക്ലീനർ എന്നതാണ് പ്രത്യേകത. പക്ഷേ ഇതിൻ്റെ പ്രൈസ് കേൾക്കുമ്പോൾ നമ്മളൊന്ന് ഞെട്ടും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. കാരണം നല്ല ഒരു പ്രൈസാണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഇതിന് 2 വർഷത്തെ വാറൻറ്റി ഉണ്ട്. 2 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ എന്ത് പാർട്സ് കംപ്ലയിൻറ്റ് വന്നാലും ആ പാർട്സ് അതുപോലെ നമുക്ക് റീപ്ലേസ് ചെയ്തൊക്കെ കമ്പനി തരും. ഡൈസൺ എന്ന് പറയുന്നത് ഒരു പ്രീമിയം പ്രോഡക്റ്റുകൾ ഇറക്കുന്ന ഒരു വിദേശ കമ്പനി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നല്ലൊരു പ്രൈസാണ്. നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണം എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുക, ഇത്രയും പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റ്, ഇന്ന ഫീച്ചറുകളുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇതിൻ്റെ പ്രൈസ് കൂടെ പറയാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെയും പ്രൈസ് കൂടെ പറയാം. ഒരു കാര്യം ഉറപ്പാണ്, 50,000 രൂപയിൽ പുറത്താണ് ഈ ഒരു ഡിവൈസിൻ്റെ വില. പക്ഷേ ആ കൊടുക്കുന്ന വിലയ്ക്ക് അത്രയും പൈസ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾക്ക്, നമുക്ക് എല്ലാവർക്കും ഒന്നും ഒരിക്കലും ഒരു വാക്യൂം ക്ലീനറിന് വേണ്ടി ഇത്രയും പൈസ മുടക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുണ്ട്. പക്ഷേ ആ ഒരു പൈസ മുടക്കാനുള്ള ആൾക്ക് തീർച്ചയായിട്ടും അതൊരു വർത്ത് തന്നെ ആയിരിക്കും എന്ന് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.